ആലപ്പുഴയിൽ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ച ഒരാഴ്ച പിന്നിട്ടിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാതെ ആരോഗ്യവകുപ്പ്. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിലുൾപ്പെടെ തീരുമാനമായിട്ടില്ല. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ വ്യാപക വിമർശനവും ഉയരുന്നുണ്ട്. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോട് കുഞ്ഞു ജനിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി അന്വേഷണ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയിട്ട് ഒരാഴ്ച പിന്നിടുന്നു. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തുടർ നടപടികൾ ഉണ്ടാകുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകുന്നതിൽ പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. സംസ്ഥാനത്തുണ്ടായ മറ്റു ചികിത്സാ പിഴവുകൾ എന്ന പോലെ നീതി തേടി കുടുംബം തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്ക് സംരക്ഷണം ഒരുക്കുന്നതിലും വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. വൈകല്യങ്ങൾ ഗർഭാവസ്ഥയിൽ കണ്ടെത്തുന്നതിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ. അനോമലി സ്കാനിങ്ങിൽ കണ്ടെത്താൻ കഴിയുന്നത് ഗുരുതര വൈകല്യങ്ങൾ മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണ് ഉയരുന്ന വിമർശനം. ലാബുകളുടെ മേൽ മാത്രം കുറ്റം ആരോപിച്ച് ഡോക്ടർമാരെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണെന്നാണ് ഉയരുന്ന വിമർശനം. ഉടനടി നടപടി കൈക്കൊള്ളേണ്ട വിഷയത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഈ മെല്ലെപ്പോക്ക്. ജനം, തിരുവനന്തപുരം.